വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് തെരഞ്ഞെടുപ്പ് ദിവസം മുഴുവൻ വിവിപാറ്റ് സ്ലിപ്പുകളും എണ്ണണമെന്ന ആവശ്യം സുപ്രീം കോടതി തള്ളിയിരിക്കുന്നു. അതുപോലെ തന്നെ ബാലറ്റ് പേപ്പറുകളിലേക്ക് മാറണമെന്ന ആവശ്യവും തള്ളിയിരിക്കുകയാണ്. ചിഹ്നങ്ങൾ ലോഡ് ചെയ്ത ശേഷം സിംബൽ ലോഡിംഗ് യൂണിറ്റ് സീൽ ചെയ്യണമെന്ന് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന വ്യക്തമാക്കിയിരിക്കുന്നു. ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകുന്നത്. ബാലു, കുറച്ചു ദിവസങ്ങളായി ഈ വിഷയം സജീവമായി ചർച്ചയിലുണ്ട്. കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചില കാര്യങ്ങൾ വിശദീകരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്താണ് ഇന്നത്തെ ഉത്തരവിന്റെ പൊരുൾ? എന്താണ് വിശദാംശങ്ങൾ? അഭിലാഷെ, രണ്ട് ജഡ്ജിമാരടങ്ങുന്ന ബെഞ്ചാണ്, അതായത് ഡിവിഷൻ ബെഞ്ചാണ് ഈ കേസിൽ വിധി പ്രസ്താവിച്ചത്. പക്ഷേ രണ്ട് ജഡ്ജിമാരും, ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്നയും ജസ്റ്റിസ് ദീപാങ്കർ ദത്തയും ഈ മുഴുവൻ വിവിപാറ്റുകളും എണ്ണണമെന്ന ആവശ്യം തള്ളിക്കൊണ്ടുള്ള, അതായത് അക്കാര്യത്തിൽ യോജിച്ചുകൊണ്ടുള്ള വിധി പ്രസ്താവമാണ് നടത്തിയിരിക്കുന്നത്. ഇതിൽ കോടതി ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയാണ്. ഒന്ന്, ഈ മുഴുവൻ വിവിപാറ്റുകളും എണ്ണണമെന്ന ഹർജിക്കാരുടെ ആവശ്യം നിരാകരിക്കുന്നു. രണ്ട്, ഈ ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങിപ്പോകണമെന്ന ഹർജിക്കാരുടെ ആവശ്യം നിരാകരിക്കുന്നു. അതേസമയം ഈ വോട്ടെടുപ്പിനുമായി അത് വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി, ഈ നടപടിക്രമങ്ങളുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ചില നിർദ്ദേശങ്ങളാണ് കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഇവയാണ്. ഒന്ന്, ഈ സിംബൽ ലോഡിംഗ് യൂണിറ്റ് അത് ഈ ചിഹ്നങ്ങൾ ലോഡ് ചെയ്തതിന് ശേഷം സീൽ ചെയ്യണം. 45 ദിവസത്തേക്ക് ഈ മെഷീനുകൾ, അതായത് ഈ സിംബൽ ലോഡിംഗ് മെഷീനുകൾ സൂക്ഷിക്കണമെന്നും കോടതി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ വോട്ടെടുപ്പിന് ശേഷം സ്ഥാനാർത്ഥികൾക്ക് വേണമെങ്കിൽ ഈ വിവിപാറ്റ്, അതുപോലെ തന്നെ ഈ മൈക്രോ കൺട്രോളർ യൂണിറ്റ്, മൂന്നിലും മൈക്രോ കൺട്രോളർ യൂണിറ്റ് ഉണ്ടാകുമെന്ന് നേരത്തെ ഇലക്ഷൻ കമ്മീഷൻ സുപ്രീം കോടതി അറിയിച്ചിരുന്നു. ഈ യൂണിറ്റുകൾ ഈ വിദഗ്ധരെ കൊണ്ട് പരിശോധിപ്പിക്കുന്നതിനുള്ള അവസരം, എഞ്ചിനീയർമാർ ഉൾപ്പെടെയുള്ള വിദഗ്ധരെ കൊണ്ടുള്ള പരിശോധിപ്പിക്കുന്നതിനുള്ള അവസരം നൽകാമെന്ന് കോടതി ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. 7 ദിവസത്തെ സമയപരിധിയാണ് ഇതിന് നൽകിയിരിക്കുന്നത്. ഈ സമയപരിധിക്കുള്ളിൽ നടത്തുന്ന പരിശോധനയുടെ ചെലവ് അതത് സ്ഥാനാർത്ഥികൾ വഹിക്കണമെന്നാണ് സുപ്രീം കോടതി ഇന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മുഴുവൻ വിവിപാറ്റുകളും എണ്ണുന്നത് പ്രായോഗികമല്ല എന്ന് നേരത്തെ ഇലക്ഷൻ കമ്മീഷൻ സുപ്രീം കോടതി അറിയിച്ചിരുന്നു. ഇന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ആ ആവശ്യം തള്ളിയെങ്കിലും ഈ വിവിപാറ്റ് സ്ലിപ്പുകൾ എണ്ണുന്നത് ഇന്ന് ഈ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ, അതായത് ഇലക്ട്രോണിക് കൗണ്ടിംഗ് മെഷീനുകൾ ഉപയോഗിച്ച് അത് എണ്ണുന്നതിനുള്ള സാധ്യതകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കണമെന്നാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ ചിഹ്നങ്ങളിൽ പാർട്ടികളുടെ ബാർകോഡ് ഉൾപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള കാര്യവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിക്കണമെന്ന ഒരു നിർദ്ദേശവും കോടതി ഇന്ന് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഹർജിക്കാരുടെ ആവശ്യങ്ങൾ കോടതി തള്ളിയെങ്കിലും ചില നിർദ്ദേശങ്ങൾ ശുപാർശ രൂപേണ ഇലക്ഷൻ കമ്മീഷന് മുമ്പാകെ ഇപ്പോൾ കോടതി മുന്നോട്ട് വച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അഭിലാഷ്, തീർച്ചയായും. അപ്പോൾ വിവിപാറ്റ് എണ്ണണമെന്ന ആവശ്യം നിരാകരിച്ചെങ്കിലും ബാലറ്റിലേക്ക് മടങ്ങണമെന്ന ആവശ്യം നിരാകരിച്ചെങ്കിലും ചില നിർദ്ദേശങ്ങൾ കോടതി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന് തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യത ഉറപ്പാക്കാൻ പരിഗണിക്കാവുന്ന നിർദ്ദേശങ്ങളാണവ.